മോഹൻലാലിനെ ആരാണ് സൂപ്പർ സ്റ്റാർ ആക്കിയത്? മമ്മൂട്ടി ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ശ്രീനിവാസന് റോൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. നമുക്കറിയാം, മോഹൻലാൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായത് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് സിനിമകളിലൂടെ, ഫാമിലി സിനിമകളിലൂടെയായിരുന്നു. അതിനുശേഷമാണ് രഞ്ജിത്തിൻ്റെ സൂപ്പർ ഹ്യൂമൻ കഥാപാത്രങ്ങളൊക്കെ വന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ ശ്രീനിവാസനോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, അല്ല, നിങ്ങളാണല്ലോ മോഹൻലാലിനെയും മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ ആക്കുന്നതിൻ്റെ പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചതെന്ന്. ഈ ചോദ്യത്തിനോട് അന്നത്തെ ശ്രീനിവാസൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചത്, നിങ്ങൾ എന്തൊരു പോഴത്തരമാണ് ഈ പറയുന്നത്, അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ സൂപ്പർ സ്റ്റാർ ആക്കുമല്ലേ ഉള്ളൂ, ഞാനുണ്ടോ വേറൊരാളെ സൂപ്പർ സ്റ്റാർ ആക്കുന്നത് എന്ന്. ഈ മറുപടി സിനിമക്കാർ കേൾക്കാനുള്ളതല്ല, ഇത് ബിസിനസ്സുകാർക്ക് കേൾക്കാനുള്ളതാണ്. കാരണം എല്ലാ ബിസിനസ്സുകാരും ഓൺട്രപ്രീനേഴ്സും എപ്പോഴും ഇങ്ങനെ സക്സസ്ഫുള്ളായ ആളുകളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുക. ഈ അന്വേഷണങ്ങളെല്ലാം പലപ്പോഴും ഇതിൽ ശ്രീനിവാസൻ്റെത് പോലുള്ള പേരുകളിലാണ് എത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ 2015 75 ബില്യൺ USD ആയിരുന്നു ഗൂഗിളിൻ്റെ ആസ്തി. ഇപ്പോഴത് 500 ബില്യൺ USD ആണെന്ന് പറയുന്നു. സുന്ദർ പിച്ചൈ എന്ന് പറഞ്ഞൊരു CEO ആണ് അതിൻ്റെ പിന്നിലെന്നാണ് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത്. ഹോവാർഡ് ഷൂൾസ്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്റ്റാർബക്സിൻ്റെ സ്ട്രാറ്റജിസ്റ്റും CEO ഒക്കെ ആയിരുന്നു. 1986 11 ഔട്ട്ലെറ്റുകളാണ് സ്റ്റാർബക്സിനുണ്ടായിരുന്നത്. 2023 തന്നെ അത് 35,000 എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹോവാർഡ് ഷൂൾസിനെയോ സുന്ദർ പിച്ചയെയോ നിങ്ങൾ ജോലിക്ക് എടുത്തു എന്നുള്ളതുകൊണ്ട് CEO ആക്കി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാർക്ക് സുക്കർബർഗ് വാസ് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു എന്താ പറയുക, മച്ചിൻ്റെ പുറത്തുള്ള ഒരു തട്ടും പുറത്താണ് ആദ്യം ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളത് എന്ന് കരുതിയിട്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്, കോളേജ് ഡ്രോപ്പ് ഔട്ടാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സക്സസ് ചാൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വീട്ടിൻ്റെ ചായ്പിൽ തുടങ്ങുന്നതാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് കൊണ്ട് അത് വിജയിക്കണമെന്നുമില്ല. കോപ്പിയിങ് ഈസ് ഗുഡ്, നോ ഡൗട്ട് കോപ്പിയിങ് ഈസ് ഗുഡ്. പക്ഷേ എന്താണ് കോപ്പി ചെയ്യേണ്ടത് എന്ന് അനലൈസ് ചെയ്യാൻ നല്ല സ്മാർട്ട്നെസ് വേണം, നല്ല ബുദ്ധി വേണം. ഒരു പുസ്തകം തന്നെയുണ്ട്, കോപ്പി ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് കോപ്പി ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് ആരാണ് നമുക്ക് പറഞ്ഞു തരിക? മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ആണോ? ബിസിനസ് കോച്ചസ് ആണോ? നോക്കാം, അടുത്ത തവണ നമുക്ക് അതിനെപ്പറ്റി പറയാം.